ട്രാവൽ ആൻഡ് ഫുഡിൽ ഞങ്ങൾ കുറേ സ്ഥലം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും കുറേ സ്ഥലത്തോട്ട് പോകാനും ഇന്ത്യയിലും കുറേ മിക്ക സ്റ്റേറ്റ്സിലും ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോയത് ഫോർച്യൂൺ ടൂർസിൻ്റെ കൂടെയാണ് ടർക്കിയിലോട്ട്. മോർ ദാൻ 1000 years ഓൾഡ് ഒരു അണ്ടർഗ്രൗണ്ട് കേവ് സ്ട്രക്ചറാണ് അത്. 100 feet ഇൻ ദി എയർ പോയി താഴോട്ടേക്ക് നോക്കുമ്പോൾ അത് ഒരു മെസ്മറൈസിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രത്യേക തരം ഒരു നാച്ചുറൽ ഫോർമേഷൻ അവിടെ, ഒരു വൈറ്റ് റോക്സിൻ്റെ. അപ്പോൾ ആ വൈറ്റ് റോക്സിൽ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേയിരിക്കണം. അവിടെ പോയാൽ നമുക്ക് ക്ലിയോപാട്ര കുളിച്ച ഒരു കുളമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അത് വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ 9 days 8 nights ആയിരുന്നു. ഹലോ, എൻ്റെ പേര് കൃഷ്ണാഞ്ജൻ. ഞാൻ IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഞങ്ങൾ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ എൻ്റെ നാട് തൃപ്പൂണിത്തുറയിലാണ്. അപ്പോൾ എനിക്കും എൻ്റെ വൈഫിനും ബേസിക്കലി ഞങ്ങൾക്ക് 3 കാര്യത്തിലാണ് ഭയങ്കര പാഷനുള്ളത്. 2 എനിക്കും അവൾക്കും കോമൺ ആയിട്ടുള്ള ട്രാവലും ഫുഡും, പിന്നെ എനിക്ക് ഫുട്ബോൾ കൂടി. അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡിൽ ഞങ്ങൾ കുറേ സ്ഥലം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും കുറേ സ്ഥലത്തോട്ട് പോകാനും ഇന്ത്യയിലും കുറേ മിക്ക സ്റ്റേറ്റ്സിലും ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഔട്ട്സൈഡ് ഇന്ത്യ ഞങ്ങൾ 3 പേരും പോയിക്കുന്ന കൺട്രീസ് എന്ന് പറഞ്ഞാൽ 3 എണ്ണമാണ്. അതിൽ റീസെൻ്റ്ലി പോയതാണ് ടർക്കി. ടർക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ടർക്കിഷ് കോഫി, പിന്നെ അവിടുത്തെ ടർക്കിഷ് ഡിലൈറ്റ്, ആ സ്വീറ്റ്സും അതൊക്കെയാണ് ഓർമ്മ വരിക. പക്ഷേ ഈ ടർക്കി പോയ ശേഷം അവിടെ ആ ലാൻഡ്സ്കേപ്സും പല പല ടൈപ്പുള്ള ഏരിയാസും ഒക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോയത് ഫോർച്യൂൺ ടൂർസിൻ്റെ കൂടെയാണ് ടർക്കിയിലോട്ട്. അപ്പോൾ അതൊരു വെരി വെൽ പ്ലാൻ ട്രിപ്പായിരുന്നു. അതുമാത്രമല്ല നമ്മുടെ ഈ ഐറ്റിനറി, നമ്മുടെ വീസ, അതെല്ലാം അവർ നമ്മൾക്ക് നേരത്തെ നമുക്ക് പറഞ്ഞു തരും. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടത്, അതിലുള്ള ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാത്തിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഫുൾ ടൈം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പേടിയുണ്ട്. നമുക്ക് ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ എൻ്റെ 1 year 2 months ഓൾഡായിരുന്നു ഞങ്ങളുടെ കൊച്ച്. അപ്പോൾ അതും ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ. അതൊന്നുമില്ല, അവർ നന്നായി ഇത് ചെയ്യും, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയത് ഗ്രൂപ്പ് ടൂറിലാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ഏകദേശം ഒരു 30 odd members ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് കോർഡിനേറ്റർ ഞങ്ങളുടെ സബ്ജാസ് ആയിരുന്നു. സബ്ജാസും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഫുൾ ടൂറും ഒരു മലയാളി നമ്മുടെ കൂടെ, ആ സ്ഥലങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഒരു ധൈര്യം കൂടിയാണ്. പിന്നെ അത് കൂടാതെ ഇവരെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ലോക്കൽ ഗൈഡിനെ കൂടെ കൂട്ടും. അപ്പോൾ ആ ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ഉണ്ടല്ലോ ആ ടർക്കിയിൽ, പുള്ളിക്കാരൻ കൂടെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ട്രിപ്സൊക്കെ പോവുക. ടർക്കിയിൽ പോയ ഞങ്ങൾക്ക് മെയിൻ ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഹോട്ട് എയർ ബലൂൺ. അപ്പോൾ അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു 100 feet ഇൻ ദി എയർ പോയി താഴോട്ടേക്ക് നോക്കുമ്പോൾ അത് ഒരു മെസ്മറൈസിങ് എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷെ ആകെ കൊച്ചിന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതെന്ന് പറഞ്ഞാൽ 5 വർഷം 6 വർഷം എന്തോ ഉള്ളൂ. അതിൻ്റെ താഴെയാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാൾ മിസ് ചെയ്യേണ്ടി വന്നു. അതേതായാലും ഇനി ഞങ്ങൾ നെക്സ്റ്റ് ട്രിപ്പ് പോകുമ്പോഴത്തേക്കും വേറെ ഒരു സ്ഥലം പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഈ ഹോട്ട് എയർ ബലൂൺ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ അവിടെ അത് കൂടാതെ ഇസ്താൻബുൾ ഫുഡ് ടൂർ, അത് ഒരു മസ്റ്റ് ട്രൈ സ്പോട്ടാണ്. അവിടുത്തെ നിങ്ങൾക്ക് ഷവർമ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതാണ് ഷവർമയുടെ ഒരു ഹെവൻ എന്ന് പറയാം. അത്രയും അടിപൊളി ടേസ്റ്റും അത്രയും വെറൈറ്റീസ് ഓഫ് ഷവർമ അവിടെ കിട്ടും. അത് കൂടാതെ ടർക്കിഷ് ഡിലൈറ്റ്സ് ഉണ്ട്, പിന്നെ ബക്ലാവാസ്. ടർക്കിഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് കൺട്രിയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ചായയിൽ തന്നെ അവർ 3 to 4 ഷുഗർ ക്യൂബ്സ് ഇടും. അപ്പോൾ അങ്ങനെ അത്രയും സ്വീറ്റ് അവർക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ടർക്കി. അപ്പോൾ അവിടുത്തെ ഈ ബക്ലാവ എന്ന് പറഞ്ഞാൽ ഈ ഹണി കൊണ്ടും ഷുഗർ കൊണ്ടും എല്ലാം ഉണ്ടാക്കി പല പല വെറൈറ്റീസിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ പോയി ടേസ്റ്റ് ചെയ്യാൻ കിട്ടി. പിന്നെ ഫോർച്യൂൺ അവരുടെ കോർഡിനേറ്റർ തന്നെ നമുക്ക് പറഞ്ഞു തരും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമുക്ക് പോയി വാങ്ങിക്കുക, അതൊക്കെ നമുക്ക് ഗൈഡും ചെയ്യും. പിന്നെ ഇസ്താംബുളിലുള്ള മെയിൻ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ബസാറും സ്പൈസ് ബസാറുമാണ്. ഗ്രാൻഡ് ബസാറിൽ പറഞ്ഞാൽ ഏകദേശം more than 1000 ഷോപ്സ് ഉണ്ട്. അത് പല ഇതും അവരവിടെ സെല് ചെയ്യും. സ്വീറ്റ്സ്, സേവറീസ്, എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും. പിന്നെ അവിടുത്തെ ടർക്കിഷ് പോർസിലിൻ, വെസൽസ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഇൻ ഇസ്താൻബുൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പാമുക്കലെ എന്നൊരു സ്ഥലമാണ്. അതൊരു ബേസിക്കലി ഒരു പോസ്റ്റ് കാർഡ് പ്ലേസ് ആണ്.
അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രത്യേക തരം ഒരു നാച്ചുറൽ ഫോർമേഷൻ അവിടെ ഒരു വൈറ്റ് റോക്സിൻ്റെ. അപ്പോൾ ആ വൈറ്റ് റോക്സിൽ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് വൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും. എന്നിട്ട് അത് പല ലെവൽസ് ഓഫ് ഈ ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഓരോരോ ലെവലിൽ പോയി നമുക്ക് വേണമെങ്കിൽ അവിടേക്ക് ഇരുന്ന് കുളിക്കാം. അത് ഫുൾ അങ്ങനെ ഒരു ബാത്ത് ഏരിയ പോലെയാണ് അത് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതൊരു അടിപൊളി ഒരു പിക്ചറസ്ക് പ്ലേസ് ആണ് ടർക്കിയിൽ. ഈ ടർക്കി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഓറിയന്റലും പിന്നെ യൂറോപ്യനും കൾച്ചറും മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ടർക്കിയുടെ ഒരു പാർട്ട് യൂറോപ്പിലും ഒരു പാർട്ട് ഏഷ്യയിലായിട്ടാണ് ഉള്ളത്. അതിന് കണക്ട് ചെയ്യുന്നതാണ് ഈ ബോസ്ഫറസ് ബ്രിഡ്ജ്. അതുകൊണ്ട് നമുക്ക് ടർക്കിയിലെ പല കൾച്ചേഴ്സിൻ്റെ ഇതും കാണാം. എഫീസസ് അതേപോലെ ഒരു സ്ഥലമാണ്. അവിടെ നല്ല ഗ്രീക്ക് എഫക്റ്റ് ഉള്ള ഒരു ഇതാണ്. അവിടെ പോയാൽ നമുക്ക് ക്ലിയോപാട്ര കുളിച്ച ഒരു കുളമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. അവിടെ പോയി നമുക്ക് കുളിക്കണ വേണമെങ്കിൽ അവിടെ കുളിക്കുകയും ചെയ്യാം. പിന്നെ അവിടുത്തെ ഈ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. അവിടെ പോയി നമുക്ക് വെള്ളമൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതൊരു ഫിസി ടൈപ്പ് വെള്ളമായിരിക്കും അവിടെയൊക്കെ ഉണ്ടാവുക. അത് അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കുറേ ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് നന്നായി ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ കൈമിക്ലി എന്ന് പറഞ്ഞാൽ കൈമിക്ലി. അതെന്ന് പറഞ്ഞാൽ ഈ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം more than 1000 years old ഒരു അണ്ടർഗ്രൗണ്ട് കേവ് സ്ട്രക്ചറാണ് അത്. അപ്പോൾ ഈ വിയറ്റ്നാമിലുള്ള പോലെ തന്നെ ഒരു ഗുഹയുടെ അകത്തുകൂടിയാണ് നമ്മൾ ഫുൾ ഇറങ്ങി പോകേണ്ടത്. അതിന് 5 ലെവലുണ്ട്. അപ്പോൾ ഓരോരോ ലെവലിലാണ് ഓരോരോ ഇത്. ഏറ്റവും മുകളിൽ അവർ ആനിമൽസിനൊക്കെ അവർ വെച്ചു. പിന്നെ അതിന് താഴെ പോകുമ്പോഴത്തേക്കും ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അതായത് ലൈറ്റൊക്കെ ഉണ്ടാവും സൈഡിലൊക്കെ, പക്ഷെ നമുക്ക് നേരെ നടന്നു പോകാൻ പറ്റില്ല. ഫുൾ ഇങ്ങനെ കുനിഞ്ഞൊക്കെ ഇറങ്ങി പോയി അവിടെ 3 ലെവൽ വരെ നമുക്ക് പോകാം. അതിന് താഴോട്ട് അത് അലൗഡ് അല്ല. അത് ഒരു അടിപൊളി അമേസിങ് എക്സ്പീരിയൻസ് ആണ്. അത് എന്ന് പറഞ്ഞാൽ ഒറ്റ ഷോട്ടിൽ നമുക്ക് പഴയ കാലം അവരെങ്ങനെയാണ് അവരുടെ ജീവിച്ച ലൈറ്റും ആ സമയത്ത് നമുക്ക് ലൈറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഫയർ ആണെങ്കിലും അതിന് എയർ വേണം. അപ്പോൾ ഓക്സിജനൊക്കെ എങ്ങനെയാണ് കിട്ടുക അതൊക്കെ അവർ അവിടെ കാണിച്ചു തന്നു. നമ്മുടെ ടർക്കിയിലെ ലോക്കൽ ഗൈഡ് കാണിച്ചു തന്നു എങ്ങനെയാണ് അവർ ഷാഫ്റ്റൊക്കെ അവർ പണിത് എൻറ്റയർ സ്ട്രക്ചറിനെ കവർ ചെയ്ത് അതിലൂടെയാണ് അവർക്ക് ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വേറെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരാണെങ്കിൽ അവർക്കൊരു വലിയ ബോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് അവരെങ്ങനെയാണ് ചെയ്യുക. പിന്നെ അവരുടെ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കല്ല് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കാണാൻ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ടർക്കി. അപ്പോൾ ടർക്കി ഞങ്ങൾ ടോട്ടൽ ട്രാവൽ ചെയ്ത 9 days 8 nights ആയിരുന്നു. അത് വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ 9 days 8 nights ആയിരുന്നു. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ഫോർച്യൂൺ ടൂർസ് ഇങ്ങനെ ഒരു വെൽ ഓർഗനൈസ്ഡ് ട്രിപ്പ് അവർ അറേഞ്ച് ചെയ്തതിന്. അതുമാത്രമല്ല ഞങ്ങളുടെ കൂടെ വന്ന ബാക്കിയുള്ളവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവർ നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ ഒരു ഗ്യാങ്ങും അങ്ങനെ ഒരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്ത് ഫോർച്യൂൺ ടൂർസിന് താങ്ക് യു. ആൻഡ് ഇനിയും ഞങ്ങൾ നോക്കുന്നുണ്ട് വേറെ എങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സബ്ജാസിങ് ഇങ്ങനെ ഫോർച്യൂണിൽ അവർ ചോദിക്കാറുണ്ട് നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാണെന്ന്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാണ് നമുക്കിനി നോക്കാം.